ചിറ്റപ്പൻ്റെ കാര്യം കുഴപ്പത്തിലാണ് എന്നാണ് കാണുന്നത്. പിണറായിയുടെ പോലീസാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചിറ്റപ്പന് വലിയ ദോഷം വരാൻ വഴിയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? ചിറ്റപ്പൻ്റെ ആത്മകഥ. ചിറ്റപ്പൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുവെന്ന് DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അത് വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന്. പോരെ ചിറ്റപ്പൻ്റെ പൂരം? ചിറ്റപ്പനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇങ്ങനെ ഒരു അബദ്ധം എല്ലാ കാലത്തും പറ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് ചിറ്റപ്പൻ ജാവ്ദേക്കറെ കണ്ടത് സമർത്ഥിച്ചത്. ഇപ്പോൾ ഈ ആത്മകഥ, അതിലേറെ വിചിത്രമായൊരു കാര്യം, ചിറ്റപ്പൻ എഴുതാത്തൊരു ആത്മകഥ പ്രസിദ്ധീകരിക്കാനാണ് DC ബുക്സ് പോകുന്നത് എന്നതാണ് ചിറ്റപ്പൻ്റെ വാദം. അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. DC ബുക്സ് എന്തായാലും ചിറ്റപ്പന് വേണ്ടി ആരെ കൊണ്ടോ ആത്മകഥ എഴുതിച്ച് പ്രസിദ്ധീകരിച്ചു എന്നാണോ ജയരാജൻ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ജയരാജൻ തനിക്ക് വേണ്ടി ഒരു ആത്മകഥ എഴുതി അതിൻ്റെ ഡ്രാഫ്റ്റ് DC ഏൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെ കരാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ്. സാധാരണഗതിക്ക് കരാർ എഴുതുക പുസ്തകം ഏതാണ്ട് ഫൈനലാവുമ്പോഴാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചിറ്റപ്പൻ എഴുതി എന്ന് പറയുന്ന ഈ ആത്മകഥ DC ഡേയിൽ കിട്ടിയത്? DC ഡേയിൽ അത് കിട്ടാൻ കാരണം ആര്? DC ഡേയിൽ കിട്ടിയെങ്കിൽ അത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ. ചിറ്റപ്പൻ പറയാം എൻ്റെ അല്ല, ഏതോ സിനിമയിൽ ജഗതി പറയുന്ന പോലെ ഇത് എൻ്റെ ഗർഭമല്ല എന്ന് പറയുന്ന പോലെയുള്ള ഡയലോഗാണ് ചിറ്റപ്പൻ അടിക്കുക. ഈ ആത്മകഥ എൻ്റെ അല്ല. അപ്പോൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. കരാറുണ്ടായിരുന്നു എന്നല്ല അന്വേഷിക്കേണ്ടത്, ഇത് എഴുതിയത് ആരാണ് എന്നാണ്. ഇത് എഴുതിയത് ചിറ്റപ്പനാവാൻ വഴിയില്ല, ചിറ്റപ്പൻ ആരെയും കൊണ്ടെങ്കിലും എഴുതിച്ചതായി. ചിറ്റപ്പൻ പറയുന്നത് വളരെ വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനെ ഞാൻ എഴുതാൻ ഏൽപ്പിച്ചു എന്നാണ്. സത്യത്തിൽ സംഭവിച്ചതൊന്നുമല്ല. ചിറ്റപ്പൻ ഇത് എഴുതാൻ ഏൽപ്പിച്ചു, DC പറഞ്ഞു പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കറക്റ്റ് ചെയ്ത് പിന്നെ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു. DC അതൊരു വിൽപ്പന ചരക്കായതുകൊണ്ട് DC അത് സ്വാഭാവികമായും അതിൻ്റെ പരസ്യവും കൊടുത്തു. പക്ഷെ പരസ്യം കൊടുത്തതല്ല പ്രശ്നമായത്. പിറ്റേ ദിവസം ചിറ്റപ്പൻ്റെ ആത്മകഥയുടെ 175 പേജോളം പുറത്തു വന്നു PDF ആയിട്ട്. ഞാനത് വായിച്ചു. അപ്പോൾ അത് ചിറ്റപ്പൻ എഴുതിയതല്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റും? കട്ടൻ ചായയും പരിപ്പോടെയും, അത് ഇനി പേര് മാറ്റുമെന്നറിയില്ല. ഏതായാലും അത് അദ്ദേഹം എഴുതിയത് തന്നെയാണ്, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയതാണ്. അല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം DC കൊടുത്തതുമാണ് പ്രസിദ്ധീകരിക്കാൻ. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങളുണ്ടെന്ന് DC സാങ്കേതികമായ കാരണങ്ങളാൽ വൈകിക്കുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും വൈകിച്ചത്. ആയതുകൊണ്ടായിരിക്കും ചിറ്റപ്പൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത്, ജയരാജൻ പറയുന്ന വലിയൊരു തമാശ, ഞാൻ അറിയാതെ അതിൻ്റെ പ്രസാധനം വെച്ചു. പ്രസാധനം ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല, DC പറഞ്ഞിട്ടില്ല. DC പറഞ്ഞെന്താ? പ്രസാധനം ഞങ്ങൾ മാറ്റിവെക്കുകയാണ്, സാങ്കേതിക കാരണങ്ങളാണ്. ആ സാങ്കേതിക കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടാവില്ല പൂർണ്ണമായും, എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനൊരു ആത്മകഥ EP ജയരാജൻ എഴുതിയിട്ടേ ഇല്ല എന്നും ആ DC അത് കൊടുത്തിട്ടേ ഇല്ല എന്നും പറയാൻ കഴിയുമോ ജയരാജന്? അതാണ് ചോദ്യം. കരാറുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ആ ചോദ്യത്തിന് മറുപടി കിട്ടാത്തിടത്തോളം തീർച്ചയായും ഇത് EP ജയരാജൻ്റെ ആത്മകഥ തന്നെയാണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് DC കരാറുണ്ടോ എന്നോ ഒന്നുമല്ല. ഏതെങ്കിലും വിധത്തിൽ ഈ സാധനത്തിൻ്റെ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഈ ആത്മകഥ DC അയച്ചിട്ടുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയോ മറ്റേതെങ്കിലും മീഡിയയോ പരിശോധിക്കണം. അപ്പോഴേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. കരാർ ഒപ്പിട്ടില്ലെങ്കിലും പുസ്തകം തയ്യാറാക്കാറുണ്ട്, DC തയ്യാറാക്കാറുണ്ട്. DC എല്ലാ പ്രസാധകരും തയ്യാറാക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കരാറൊക്കെ ഒരു ഫോർമാലിറ്റിയാണ് പലപ്പോഴും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഇത് ഇദ്ദേഹം എഴുതിയ ആത്മകഥ തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെയാണ്. പിന്നെ നാട്ടുകാർ കണ്ട് വിഷമായപ്പോൾ ബഹളം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസിൽ ഇത് അന്വേഷിക്കാനൊന്നുമില്ല, അന്വേഷിക്കേണ്ടത് ഈ കാര്യമാണ്. ആരാ EP ചതിച്ചത്? അതാണിപ്പോൾ ചോദ്യം. EP ആത്മകഥ എഴുതാൻ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ ആരെ ഏൽപ്പിച്ചു? EP പറഞ്ഞെടുത്ത് പറഞ്ഞാൽ എഴുതായിരിക്കും. ആ പത്രലേഖകൻ, ദേശാഭിമാനിയുടെ ലേഖകൻ EP ചതിച്ചതാണോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, EP-ക്കെതിരായി ശക്തമായ ഗൂഢാലോചന പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. ജാവ്ദേക്കറിൻ്റെ കാര്യത്തിലും അടക്കം. ഞങ്ങൾ EP-ക്കൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ നമുക്ക് സംശയിക്കണം, മുഖ്യമന്ത്രി EP-ക്കൊപ്പമല്ല. ഇതിന് കാരണം ഈ ദേശാഭിമാനിയിലെ ഈ പത്രലേഖനിൽ നിന്നല്ലാതെ ഈ PDF ഫയൽ ഒരിക്കലും പുറത്തു വരില്ല. അത് ആര് വഴിക്ക് പുറത്തു വന്നു? അപ്പോഴാണ് EP പറഞ്ഞ കാര്യങ്ങൾ ഗൂഢാലോചന എന്ന തത്വം പുറത്തു വരുന്നത്. നമുക്ക് സൂക്ഷ്മമാവുന്നത്. എന്തായാലും പാർട്ടിക്ക് പുറത്തൊരാൾക്ക് ദേശാഭിമാനിയിലെ
ഒരാള് കൊടുത്തൊരു സാധനം പബ്ലിക്കിൽ വന്നാൽ പാർട്ടിക്ക് പുറത്തായിരുന്നെങ്കിലും ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു തമ്പുരാനും അയാളുടെ അടിയാനും കൂടി നിലമുഴുകയാണ്. ഈ തമ്പുരാൻ ഉഴാനൊന്നും അറിയില്ല. തമ്പുരാൻ വലത്തോട്ട് ഉഴും, അടിയാൻ ഇടത്തോട്ട് ഉഴും, ഉഴുതുകൊണ്ടിരിക്കും. അപ്പൊ തമ്പുരാൻ വലത്തോട്ട് ഉഴുതുമ്പോൾ തമ്പുരാൻ ചെയ്തു എന്ന് പറയാൻ അടിയാന് ധൈര്യമില്ല. അതുകൊണ്ട് ഞാനും തമ്പുരാനും മാത്രം ഉഴുന്ന ഈ കണ്ടത്തിൽ ഏത് അലവലാതിയാടാ വലത്തോട്ട് ഒഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്ന മാതിരിയുള്ള ജയരാജൻ ചോദിക്കുന്നത്. ജയരാജനെ ഒതുക്കാൻ CPM-നകത്ത് വളരെ ശക്തമായൊരു നീക്കം നടക്കുന്നുണ്ട്. ആ നീക്കം അതിന് നേതൃത്വം വഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്ന് വാദവുമുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെയാണ് ജയരാജൻ നേരിടുന്നത്, അല്ലാതെ DC ബുക്സിന് വെക്കട്ടുകാരല്ല വേണ്ടത്.